3. ഫെയ്ൻമാൻ ടെക്നിക്. പഠിച്ച കാര്യങ്ങൾ വെറുതെ വായിച്ച് മനഃപ്പാഠമാക്കുന്നതിന് പകരം അവ ആഴത്തിൽ മനസ്സിലാക്കാനും മറക്കാതിരിക്കാനും സഹായിക്കുന്ന ശക്തമായൊരു രീതിയാണ് ഫെയ്ൻമാൻ ടെക്നിക്. ഒരു വിഷയം പഠിച്ച ശേഷം അതൊരു ചെറിയ കുട്ടിയെ പഠിപ്പിക്കുന്നതുപോലെ ഏറ്റവും ലളിതമായ വാക്കുകളിൽ വിശദീകരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റുകയോ തടസ്സപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗം വീണ്ടും പുസ്തകത്തിൽ പോയി പഠിക്കുക. സങ്കീർണമായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ആ വിഷയം പൂർണ്ണമായും ലളിതമായി വിശദീകരിക്കാൻ കഴിയുന്നതുവരെ ഈ പ്രക്രിയ തുടരുക. മറ്റൊരാളെ ഒരു കാര്യം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിഷയം ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ നിർബന്ധിതമാകുന്നു. ഇങ്ങനെ പഠിക്കുന്നത് കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകാതിരിക്കാനും പരീക്ഷാ സമയത്ത് എളുപ്പത്തിൽ ഓർത്തെടുക്കാനും നിങ്ങളെ സഹായിക്കും. 4. AI ടൂളുകൾ സ്മാർട്ടായി ഉപയോഗിക്കുക. പഠനത്തിൽ സ്മാർട്ടായി AI ടൂളുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സമയം ലാഭിക്കാനും സങ്കീർണമായ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും സഹായിക്കും. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സങ്കീർണമായ വിഷയങ്ങൾ വളരെ ലളിതമായി വിശദീകരിച്ചു തരാൻ ChatGPT, Google Gemini തുടങ്ങിയ AI ടൂളുകളോട് ആവശ്യപ്പെടുക. കൈകൊണ്ടെഴുതാതെ തന്നെ എളുപ്പത്തിൽ നോട്ടുകൾ തയ്യാറാക്കുന്നതിനായി സ്പീച്ച് ടു ടെക്സ്റ്റ് ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാനും ഓർമ്മശക്തി കൂട്ടാനും ആങ്കി തുടങ്ങിയ AI അധിഷ്ഠിത ഫ്ലാഷ് കാർഡ് ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഓരോ വ്യക്തിക്കും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പഠനം ക്രമീകരിക്കാനും AI ടൂളുകൾ സഹായിക്കും. 5. ഇച്ചിഗിയോ സമ്മൈ. ഇച്ചിഗിയോ സമ്മൈ എന്ന ജാപ്പനീസ് തത്വം ഫോക്കസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് വളരെ ലളിതമായൊരാശയത്തിലൂടെയാണ്. ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. ഒരു സമയം പൂർണ്ണമായും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് മാത്രം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ തത്വത്തിന്റെ അടിസ്ഥാനം. ജീവിതത്തിൽ സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുമ്പോൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധ വ്യതിചലിക്കുന്നതിന് പകരം നിങ്ങളുടെ മുഴുവൻ ഫോക്കസും മുന്നിലുള്ള ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം നൽകുക. നാം മുൻപ് ചർച്ച ചെയ്ത പൊമോഡോറോ ടെക്നിക്, ഷുച്ചൂര്യൂക്കു തുടങ്ങിയ പഠനരീതികളെല്ലാം തന്നെ ഡിസ്ട്രാക്ഷനുകൾ ഒഴിവാക്കി ഇത്തരത്തിൽ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ സഹായിക്കുന്നവയാണ്. 7. ആക്റ്റീവ് റീകോൾ. പഠിച്ച കാര്യങ്ങൾ വെറുതെ വീണ്ടും വീണ്ടും വായിക്കുന്നതിന് പകരം സ്വയം പരീക്ഷിച്ചുകൊണ്ട് പഠിക്കുന്ന രീതിയാണ് ആക്റ്റീവ് റീകോൾ. ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ പുസ്തകം അടച്ചുവെച്ച് ഇപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഫ്ലാഷ് കാർഡുകൾ തയ്യാറാക്കി കാർഡിന്റെ ഒരു വശത്ത് ചോദ്യവും മറുവശത്ത് ഉത്തരവും എഴുതിവെച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇതിനായി ആങ്കി തുടങ്ങിയ AI അധിഷ്ഠിത ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം ഓർത്തെടുക്കാനും നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡുകളും ഉപയോഗിക്കാവുന്നതാണ്. ഓർമ്മയിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ വീണ്ടെടുക്കാൻ അഥവാ റിട്രീവ് ചെയ്യാൻ നിങ്ങൾ തലച്ചോറിനെ നിർബന്ധിക്കുമ്പോൾ ആ ഓർമ്മ ഒരു മസിൽ പോലെ കൂടുതൽ ശക്തമാകുന്നു. തുടർച്ചയായി ഇങ്ങനെ തലച്ചോറിന്